Welcome all. The topic that you're going to learn today is evolution of communication. But before going to that topic, let me remind you something. At the end of every video, you can see some questions under the head Question Time. Most of these questions are taken from previous year's question papers. So please don't forget to take down these questions and write the answers in your notebook after watching the video. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആശയവിനിമയത്തിൻ്റെ പരിണാമം, ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് യുഗങ്ങൾ പിന്നിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് ആശയവിനിമയ പ്രക്രിയ രൂപപ്പെട്ടത്. സംസാരിക്കാൻ ഭാഷ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള വ്യക്തികളുമായും ഞൊടിയിടയിൽ ആശയങ്ങൾ കൈമാറാൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ആശയവിനിമയത്തിൻ്റെ പരിണാമ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ചിഹ്നങ്ങളുടെ യുഗം. സംസാരത്തിൻ്റെയും ഭാഷയുടെയും യുഗം. എഴുത്തിൻ്റെ യുഗം. അച്ചടിയുടെ യുഗം. ബഹുജന ആശയവിനിമയത്തിൻ്റെ യുഗം. Let's learn about the evolution of human communication. You know that it's not a single day process. It took millions of years to reach the present situation. The evolution of communication can be classified into 5 stages. These stages are the age of science, the age of speech and language, the age of writing, the age of printing, and finally the age of mass communication. ഇനി നമുക്ക് ഓരോ ഘട്ടവും വിശദമായി മനസ്സിലാക്കാം. ഒന്നാമത്തേത് ചിഹ്നങ്ങളുടെ യുഗം. ഭാവപ്രകടനങ്ങൾ, ശരീരഭാഷ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ ഇവയൊക്കെ ഉപയോഗിച്ചായിരുന്നു ചരിത്രാതീത കാലത്ത് മനുഷ്യർ ആശയവിനിമയം നടത്തിയിരുന്നത്. ഈ രീതിയെ ആംഗിക ആശയവിനിമയം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. ഇത്തരത്തിൽ വാക്കുകളില്ലാതെ ആംഗ്യഭാഷയിലൂടെ നടത്തുന്ന ആശയവിനിമയമാണ് ആംഗിക ആശയവിനിമയം. Let's have a closer look at all these stages. The first stage is the age of science. Prehistoric men used various signs, symbols, signals, and body language for communication. This system is called non-verbal communication. For example, early men, on seeing fierce animals, produced certain sounds which conveyed a sense of fear to his companions. When the animal passed by, they exchanged a smile of relief and joy. That was their communication. Even then, they did not have a language with words. ഇനി ഈ ചിത്രങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ആദി മനുഷ്യൻ ഗുഹകളിൽ വരച്ചതും കൊത്തിയെടുത്തതുമായ ചിത്രങ്ങളാണിവ. ശിലായുഗത്തിൽ മനുഷ്യർ പ്രകൃതിയുമായുള്ള തങ്ങളുടെ ബന്ധം രേഖപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ ഫലമായി പിറവിയെടുത്ത ഗുഹാചിത്രങ്ങളെ പെട്രോഗ്ലിഫ്സ് എന്നാണ് പറയുന്നത്. മൃഗങ്ങളുടെയും സമുദായ നൃത്തങ്ങളുടെയും മൃഗങ്ങളെ വേട്ടയാടുന്നതിൻ്റെയും എല്ലാം ചിത്രങ്ങൾ ഗുഹകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇത്തരം ഗുഹകൾ കേരളത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വയനാട് ജില്ലയിലെ എടയ്ക്കൽ ഗുഹകൾ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് പെട്രോഗ്ലിഫ്സ് എന്ന് പഠിച്ചുവല്ലോ. ഗുഹകളിൽ വരച്ചതും ആലേഖനം ചെയ്തിട്ടുള്ളതുമായ ചിത്രങ്ങളാണ് പെട്രോഗ്ലിഫ്സ്. പിന്നീട് ഒരു കൂട്ടം ചിത്രങ്ങളിലൂടെ ഒരാശയം കൈമാറുന്ന രീതിയും അവലംബിച്ചു. ഇതിനെ ചിത്രലേഖനം, പിക്ടോഗ്രഫിക്സ് എന്നാണ് പറയുന്നത്. ക്രിസ്തുവിന് 7000 വർഷങ്ങൾക്ക് മുൻപ്, അതായത് BC 7000-ലാണ് ഈ വിനിമയ രീതി രൂപപ്പെട്ടത്. എഴുത്തിലൂടെ ഒരാശയം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ
ഒരു കൂട്ടം ചിത്രങ്ങളിലൂടെ ഒരാശയം പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇവ സഹായകമായിരുന്നു. Petroglyphs and pictographics were another forms of communication during this age. What are petroglyphs? The carvings and paintings on cave walls are called petroglyphs. This was further developed to form pictographics. Pictographics is a method of conveying an idea by drawing a series of pictures. This is just like reading a text. The only difference is that instead of letters, you have pictures here in pictographics. I hope you understood the first stage in the evolution of human communication. Now, it's question time.